ഹജ്ജ് വെൽഫെയർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് സാങ്കേതിക പഠന ക്ലാസ് സംഘടിപ്പിച്ചു. പരിപാടി PT റഹീം MLA ഉദ്ഘാടനം ചെയ്തു. ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്ന നിരവധി വിശ്വാസികൾ ക്ലാസിൽ പങ്കെടുത്തു. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുന്ന ഹാജിമാർക്ക് അനുഷ്ഠാന കർമ്മങ്ങളെക്കുറിച്ചും മക്ക, മദീന, അറഫ തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വീകരിക്കേണ്ട മര്യാദമുറകളെക്കുറിച്ചും അവബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹജ്ജ് സാങ്കേതിക പഠന ക്ലാസ് സംഘടിപ്പിച്ചത്. ഹജ്ജ് വെൽഫെയർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ കാലിക്കറ്റ് ടവർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ PT റഹീം MLA ഉദ്ഘാടനം ചെയ്തു. ഹജ്ജ് ട്രെയിനർ PM മുഹമ്മദ് അലി ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. എനിക്കൊരു പങ്കാളിത്തം വന്നുകൊണ്ടിരിക്കുന്നു. നീ പറയുന്ന അവസാനത്ത് എന്റെ കൽപ്പന പ്രകാരം എന്റെ ഓർഡർ പ്രകാരം ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിൽ വേണം. അല്ലാതെ ഒച്ചേരി ചെയ്തുകൊണ്ടുള്ള കാര്യം അത് അംഗീകരിക്കില്ല. അള്ളാഹുവിനെ നമ്മൾ അംഗീകരിക്കുക. അപ്പൊ അതിന് വേണ്ടി അത് പറഞ്ഞുകൊണ്ട് നമ്മൾ മക്കത്തേക്ക് വന്നുകൊണ്ടിരിക്കാതെ 470 കിലോമീറ്ററുകളിലുള്ള യാത്രയിൽ ഇടയ്ക്ക് വെച്ചിട്ട് ബസ് നിർത്തും, അല്ലെങ്കിൽ ഹോട്ടലിലുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ പള്ളിയുള്ള സ്ഥലത്ത് നിർത്തും. ഒരു അരമണിക്കൂർ ഗ്യാപ്പ് ചെയ്തതോടെ പോയി ഭക്ഷണം കഴിക്കും, കഴിക്കാണെങ്കിൽ നിസ്കാരം കഴിച്ചോളി എന്നൊക്കെ പറയാൻ സാധ്യത. എവിടെയാണെങ്കിലും ബസ് നിർത്തുന്ന സമയത്ത് ബസ്സിന്റെ നമ്പർ, ഇറങ്ങിയ സ്ഥലം, കയറിയ സ്ഥലം ഒക്കെ നോക്കി മനസ്സിലാക്കി വീണ്ടും അതേ ബസ്സിലേക്ക് നമ്മൾ കയറണം. TK പരീക്കുട്ടി ഹാജി, അഹമ്മദ് ദേവർകോവിൽ, PT ഇമ്പിച്ചിക്കോയ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.